ഇത് ചാമ്പ്യൻ എന്ന കമ്പനിയുടെ ഒരു ഓട്ടോ കട്ടാണിത്. അത്യാവശ്യം ഹൈറ്റ് കുറവാണ് ഇതിന്. അതുകൊണ്ട് നിറം ചേർത്ത് പുല്ല് വെട്ടാനൊക്കെ ഇങ്ങനത്തെ ഹൈറ്റ് കുറഞ്ഞ ഓട്ടോ കട്ട് മേടിക്കുന്നതാണ് നല്ലത്. ഹൈറ്റ് കൂടിയതാകുമ്പോൾ പുല്ല് കട്ട് ചെയ്ത് പോകുന്നതിൻ്റെ കട്ട് ചെയ്യാൻ കുറച്ചുകൂടി സമയം എടുക്കും നമുക്ക്. ഇത് ചാമ്പ്യൻ എന്ന കമ്പനിയുടെ ഓട്ടോ കട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഈ ടൈപ്പ് സ്ലീവാണ്. അത് ബോഡിയിൽ തന്നെയാണ് ഈ സ്ലീവ് ഫിക്സ് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ വള്ളി പുറത്തേക്ക് ഇടുന്ന ഭാഗം. അതുകൊണ്ട് ഇതൊരിക്കലും ഊരിത്തെറിച്ചാലോ പൊട്ടിയോ പോവില്ല. രണ്ട് സൈഡിലുണ്ട്. പിന്നെ മറ്റേതൊക്കെ സാധാ ടൈപ്പ് ഓട്ടോ കട്ടാകുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഊരിത്തെറിച്ച് പോകാറുണ്ട്. അതായത് ഈ അടപ്പ് കല്ലിലെങ്ങാനും കൊണ്ട് തെറിച്ച് പോകുമ്പോൾ ഈ സ്ലീവും അതിൻ്റെ ഒപ്പം തെറിച്ച് പോകാറുണ്ട് മറ്റേ ടൈപ്പിൻ്റെ ആകുമ്പോൾ. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നം വരില്ല. ഈ അടിയിലത്തെ ബോഡിയിലാണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഓട്ടോ കട്ട്. ഈ ഓട്ടോ കട്ടിൻ്റെ സ്ലീവ്. ഇനി നമുക്ക് ഇന്ന് എങ്ങനെ തുറക്കുന്നതെന്ന് നോക്കാം. ഇത് കുറച്ച് നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണിത്. കുറച്ച് ഹാർഡ് ടൈപ്പാണ്. എങ്ങനെ തുറക്കേണ്ടതെന്ന് നോക്കാം. ഈ രണ്ട് ലോക്കിൽ ഒരു സൈഡ് ആദ്യം പ്രസ് ചെയ്തിട്ട് പൊക്കിയാൽ മതി. ജസ്റ്റ് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഈ ലോക്കിലിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്താൽ തുറന്ന് വരും. തുറന്നു ബാക്കി ഇങ്ങനെ പൊക്കിയെടുക്കാവുന്നുള്ളൂ. നല്ലൊരു ക്വാളിറ്റിയുള്ള ടൈപ്പായത്. പിന്നെ ഇതിൻ്റെ വള്ളി പറ്റുന്ന ഭാഗം. പിന്നെ ഇതിൻ്റെ സ്പ്രിങ് അങ്ങനെ അഴിക്കേണ്ടതെന്ന് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ വെറുതെ കൈ കൊണ്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് അങ്ങനെ ഊരി വരും. ഉണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റാക്കി ഫിക്സ് ചെയ്തേക്കാണ്. നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. ഇതങ്ങോട്ട് പുറത്തും വരില്ല, അങ്ങോട്ടും പോവില്ല. നല്ലൊരു ഓട്ടോ കട്ട് തന്നെയാണിത്. ഇത് തിരിച്ച് സെറ്റ് ചെയ്യാം. സ്പ്രിങ് ഇതേപോലെ ടൈറ്റാക്കി വെക്കുക. അതിനുശേഷം മുകളിൽ അടപ്പ് വെച്ചിട്ട് പ്രസ്സായി കൊടുത്താൽ മതി. ഇത് കറക്റ്റ് ലോക്കിൻ്റെ നേരെ വെച്ചിട്ട് മുകളിലത്തെ അടപ്പിൻ്റെ കട്ടിങ് ലോക്കിൻ്റെ നേരെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കാവും.